എം.ടി. വാസുദേവൻ നായരുടെ ഏറ്റവും വലിയ സംഭാവന നമ്മൾ ഇന്ന് കാണുന്ന ചെറുകഥയെ മലയാളത്തിൽ സാധ്യമാക്കി എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ ആധുനികമായ ചെറുകഥ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒറ്റ വാക്യത്തിൽ പറയുമ്പോൾ ഇതൊരു നിസ്സാരമായ പ്രസ്താവം മാത്രമാണ്. എന്നാൽ സാഹിത്യ ചരിത്രപരമായി അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. കാരണം അതിന് 3/4 നൂറ്റാണ്ടിൻ്റെ പഴക്കം ഉണ്ട്. അതുവരെയും എം.ടി. എഴുതി തുടങ്ങുന്നത് വരെ വളരെ കുറച്ച് എഴുത്തുകാരുടെ കാര്യത്തിൽ മാത്രമേ അയാൾ എഴുതി തുടങ്ങുന്നത് വരെ, അയാളുടെ കഥകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്നത് വരെ എന്ന് സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ പറയാൻ പറ്റും. എം.ടി. എഴുതി തുടങ്ങുന്നത് വരെ മലയാളിക്ക് പരിചിതമായിരുന്ന ചെറുകഥാരൂപം ഒട്ടും അലങ്കാരമില്ലാത്ത ഭാഷയിൽ, വളച്ചുകെട്ടില്ലാത്ത വാക്യങ്ങളിൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതം പറഞ്ഞു വരുന്ന കഥകൾ ആയിരുന്നു. അതായത് സംഭവങ്ങളെ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും യഥാതഥമായും ഒരല്പം അത്ഭുതത്തോടു കൂടിയും വിസ്മയത്തോടു കൂടിയുമൊക്കെ പറഞ്ഞു വെച്ച ആളുകളെ രസിപ്പിക്കുന്ന കഥ. ആ കഥകൾ മാത്രമായിരുന്നു. നമ്മുടെ ജീവിതത്തിലുള്ളതുപോലെ, ജീവിതത്തിൽ എവിടെയും കാണാൻ കഴിയുന്നത് പോലെ, ആളുകൾക്ക് പറയാൻ കഴിയുന്നത് പോലുള്ള വെറും കഥകൾ ആയിരുന്നു. സംഭവങ്ങളുടെ കാലാനുക്രമത്തിലുള്ള ഒരു തുടർച്ചയായ സംഭവങ്ങൾ. ഈ സംഭവങ്ങളിൽ നിന്ന്, ഈ സംഭവങ്ങൾ എവിടെയുണ്ട്? പത്രവാർത്തയിലുണ്ട്, നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഈ അനുഭവങ്ങളിൽ നിന്ന് ഈ കഥയുടെ വെറും കഥാത്മകത്വം എടുത്തു കളഞ്ഞിട്ട് അവയെ ഒരു ആഖ്യാന രൂപം ആക്കി, അവയൊരു നറേറ്റീവാക്കി നിർമ്മിച്ചു എന്നുള്ളതാണ് എം.ടി. വാസുദേവൻ നായരുടെ പ്രത്യേകത. അങ്ങനെ വെറും കഥ ചെറുകഥ എന്ന സാഹിത്യരൂപമായി മാറി. അപ്പം അതിനു മുമ്പുള്ള കഥകൾ അവ ചെറുകഥകളാണെങ്കിൽ തന്നെയും അവ കഥയിൽ നിന്ന് അകലം പ്രാപിക്കാത്ത, ഇതിവൃത്തത്തിൽ നിന്ന് മോചനമില്ലാത്ത കഥകളായിരുന്നു. അവയെ ചെറുകഥ എന്ന ആധുനിക സാഹിത്യരൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചു എന്നുള്ളതാണ് എം.ടി. വാസുദേവൻ നായർ മലയാളത്തിലെ ചെറുകഥാ സാഹിത്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. അതായത് മലയാളത്തിലെ ആധുനിക കഥയ്ക്ക് അദ്ദേഹം തുടക്കമിടുകയായിരുന്നു. പിന്നീട് ഒരു പ്രസ്ഥാനമായി പടർന്നു പന്തലിച്ച ആധുനികതാവാദം എന്ന് പറഞ്ഞ, മോഡേണിസം എന്ന് പറഞ്ഞ പ്രവണതയുടെയും പ്രസ്ഥാനത്തിൻ്റെയും തുടക്കം മലയാള ചെറുകഥയിൽ നമ്മൾ കാണുന്നത് എം.ടി. വാസുദേവൻ നായർ എഴുതിയ കഥകളിലാണ്. 50കളിൽ എം.ടി. എഴുതിയ കഥകളിലാണ്. എം.ടി. വാസുദേവൻ നായരുടെ മറ്റൊരു പ്രത്യേകത, വ്യത്യസ്ത സാഹിത്യ സന്ദർഭങ്ങളിൽ ജീവിച്ച ഒരാളാണ് അദ്ദേഹം. വ്യത്യസ്ത സാഹിത്യ സന്ദർഭങ്ങളിൽ ജീവിച്ചു എന്ന് മാത്രമല്ല, ആ സാഹിത്യ സന്ദർഭങ്ങളെ രൂപപ്പെടുത്താൻ കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അനേകങ്ങളായ സാഹിത്യ സന്ദർഭങ്ങളിലോ ചരിത്ര സന്ദർഭങ്ങളിലോ ആളുകൾ ജീവിക്കാറുണ്ട്. പക്ഷേ ആ സന്ദർഭങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ അവർ പ്രത്യേകിച്ച് പങ്കൊന്നും വഹിക്കാറില്ല. ആ ചരിത്ര സന്ദർഭങ്ങൾ അവരെയും കൊണ്ട് ഒഴുകി കടന്നു പോകുന്നതേ ഉള്ളൂ. എന്നാൽ എം.ടി. ചെയ്തത് അതല്ല. എം.ടി. താൻ ജീവിച്ച സാഹിത്യ സന്ദർഭങ്ങളെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ വലിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം മലയാളത്തിലെ ആധുനിക കഥ സാധ്യമാക്കിയത്. എം.ടി. കഥ എഴുതി തുടങ്ങിയത്, ആദ്യത്തെ കഥ എഴുതിയത് നേരത്തെ വൈശാഖൻ പറഞ്ഞ പ്രാചീന ഭാരതത്തിലെ രത്നവ്യാപാരത്തെക്കുറിച്ചുള്ള ലേഖനം അച്ചടിക്കാൻ വേണ്ടിയുള്ള പേരച്ചടിച്ച് കാണാനുള്ള ആവേശത്തിന് എഴുതിയതാണെങ്കിലും ആദ്യത്തെ കഥ എഴുതുന്നത് 1948 ഈ 48ൻ്റെ പ്രത്യേകത, മലയാളത്തിലെ യഥാതഥ സാഹിത്യം, റിയലിസ്റ്റ് സാഹിത്യം 30കളിൽ ആരംഭിക്കുന്ന തകഴി കേശവദേവ്, ബഷീർ പൊറ്റക്കാട്ട്, പൊൻകുന്നം വർക്കി, ലളിതാംബിക അന്തർജനം തുടങ്ങിയവരിലൂടെ വളർന്ന് വലുതായ റിയലിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ സർവശക്തിയോടുകൂടി മലയാള വായനയിൽ നിറഞ്ഞു നിൽക്കുകയും മലയാളിയുടെ കഥാവായനയെയും കഥാസങ്കല്പത്തെയും രൂപപ്പെടുത്തുകയും ചെയ്ത സന്ദർഭത്തിലാണ്. മാത്രമല്ല ഈ 48, 49, 50 സമയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതം പ്രതിഫലിപ്പിക്കുന്ന സാഹിത്യം എഴുതുന്ന ജനകീയ സാഹിത്യം നിർമ്മിക്കണം, അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ എഴുത്തുകാരുടെ ലക്ഷ്യം എന്ന ഉദ്ദേശത്തോടു കൂടി പുരോഗമന സാഹിത്യ പ്രസ്ഥാനം കേരളത്തിൽ പ്രബലമായി തീരുകയും ചെയ്ത സമയമാണ്. എന്നാൽ 50കളുടെ തുടക്കത്തോടുകൂടി, 50-53 എം.ടി. വാസുദേവൻ നായർ ആദ്യ കഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുതിയൊരു കഥാശൈലി കൊണ്ടുവരുമ്പോഴേക്കും ആഭ്യന്തരമായ പിളർപ്പുകൾ കൊണ്ട് ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായി. സാഹിത്യകാരൻ ഏത് ചേരിയിൽ എന്ന ചോദ്യം മുഴങ്ങി. ഏത് ചേരിയിൽ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയിൽ നിന്നാണ്? നിങ്ങൾ കോൺഗ്രസ് ആണോ,
കമ്മ്യൂണിസ്റ്റാണോ എന്ന ചോദ്യം മുഴങ്ങി. ആ ഉത്തരം പറയാത്തവർ സാഹിത്യകാരന്മാരല്ല എന്ന് പറഞ്ഞു തുടങ്ങി. ഇതിൻ്റെ എല്ലാം വിപരീത പരിണതിയായിട്ട് ഈ 50കളുടെ തുടക്കത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം അസ്തമിച്ച 1955 കേരളത്തിലെ ആദ്യത്തെ ജനകീയ സാഹിത്യത്തിന് ബദലായ ജനപ്രിയ സാഹിത്യം മുട്ടത്തുവർക്കിയിലൂടെ അവതരിക്കുകയും ചെയ്തു. അങ്ങനെ യഥാർത്ഥ പ്രസ്ഥാനം ഒരു വശത്ത്, ഈ ജനങ്ങളെ ബോധപൂർവം ബോധവൽക്കരിക്കുക എന്നുള്ള പുരോഗമന സ്വഭാവമുള്ള പ്രത്യക്ഷ രാഷ്ട്രീയ കഥാസാഹിത്യം ഒരു വശത്ത്, ജനപ്രിയ സാഹിത്യം ഒരു വശത്ത്, ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കഥയുടെ യഥാർത്ഥ രൂപം കൊണ്ടുവന്ന് തൻ്റെ കാലഘട്ടത്തിലെ കഥാസന്ദർഭത്തെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജീവിക്കുന്ന സാഹിത്യ സന്ദർഭത്തെ രൂപപ്പെടുത്തുന്ന കഥകൾ MT അവതരിപ്പിച്ചത്. നേരത്തെ പറഞ്ഞ റിയലിസത്തിൻ്റെ വളരെ അനലങ്കൃതമായ, നിരലങ്കൃതമായ ഭാഷ, വളച്ചുകെട്ടില്ലാത്ത വിവരണ ശൈലി, സംഭവങ്ങളുടെ വിവരണം, അടിസ്ഥാന ജനവർഗത്തോട് അനുകമ്പ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള എഴുത്ത്, ഇതൊക്കെയായിരുന്നു അന്നുള്ള യഥാർത്ഥ കഥ. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് MTയുടെ കഥകൾ വന്നത്. MT അല്ലെങ്കിൽ ഈ പുതിയ കഥാഭാവുകത്വം, അതായത് മലയാള ചെറുകഥയെ ആധുനികീകരിച്ച, ആധുനികതയ്ക്ക് അടിത്തറയൊരുക്കിയ കഥകൾ MT അവതരിപ്പിക്കുന്നത്. MT എഴുതിയ കഥകളെക്കുറിച്ച് സാമാന്യത്തിലധികം ധാരണയുള്ള ഒരു സദസ്സിന് മുന്നിലാണ് ഞാൻ സംസാരിക്കുന്നത്. വളർത്തുമൃഗങ്ങൾ തൊട്ട് ഷെർലക്ക് വരെയുള്ള, അല്ലെങ്കിൽ ശിലാലിഖിതം വരെയുള്ള, കടുകണ്ണാവ് വരെയുള്ള MTയുടെ എല്ലാ കഥകളും വായിച്ചവരാണ് ഈ സദസ്സിലെ ഭൂരിപക്ഷം പേരെന്ന് എനിക്കറിയാം. MTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥകൾ പല ആവർത്തി വായിക്കുകയോ പഠിക്കുകയോ കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കുകയോ പ്രത്യേക പഠനങ്ങൾക്ക് വിധേയമാക്കുകയോ ചെയ്തിട്ടുള്ള ആളുകൾ കൂടിയാണ് ഈ സദസ്സിൽ ഉള്ളത്. പഠിപ്പിച്ചവരുണ്ട്. അതിനകത്ത് ബന്ധനവും കുട്ടിയടത്തിയും ഇരുട്ടിൻ്റെ ആത്മാവും നിൻ്റെ ഓർമ്മയ്ക്ക് മക്കൾദാമയിൽ പൂക്കൾ വിടരുമ്പോഴും ഉൾപ്പെടെയുള്ള ഈ കഥകളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് എന്താണ് കഥ എന്ന രൂപത്തിൽ MT ചെയ്തത് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വളരെ പരിമിതമായ ഒരു സ്ഥലം മാത്രമുള്ള സാഹിത്യ ജനുസാണ് ചെറുകഥ. അതിനകത്ത് അധികമൊന്നും ചെയ്യാൻ പറ്റില്ല. നോവലിസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും അതിനകത്ത്, അത് MT തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. കഥയിലെ വലിയ വിഷമമാണ്, അതുകൊണ്ട് എനിക്ക് കഥയോട് പ്രിയം കൂടുതലാണ്, നോവലിൽ കുറച്ച് വിവരങ്ങളൊക്കെ എഴുതി ചേർക്കാൻ കഴിയും. ഇതൊന്നും സാധ്യമല്ലാത്ത പരിമിതമായ സ്വാതന്ത്ര്യവും പരിമിതമായ സ്ഥലവും അനുവദിക്കുന്ന ഒന്നാണ് ചെറുകഥ. ഈ രൂപത്തിലാണ് അതിനു മുമ്പുള്ള ചെറുകഥ ഈ പരന്ന ജീവിത യാഥാർത്ഥ്യം, അതൊന്നും ജീവിത യാഥാർത്ഥ്യമെന്നല്ല, ജീവിതത്തിലെ സംഭവങ്ങൾ മുഴുവൻ കാലാനുക്രമമായി ഇങ്ങനെ അവതരിപ്പിച്ച് ജനജീവിതത്തിൻ്റെ വിഷമങ്ങളോടും ക്ലേശങ്ങളോടും അനുകമ്പ സൃഷ്ടിക്കുക, അങ്ങനെ യാഥാർത്ഥ്യത്തെ കൺമുമ്പിൽ കാണിച്ചു തരിക. നമ്മുടെ ബാഹ്യലോകത്തിലെ യാഥാർത്ഥ്യം എന്തെന്ന് ഈ ബാഹ്യലോകത്തിൽ തന്നെ നിൽക്കുന്ന മനുഷ്യരോട് പറയുന്ന റിയലിസ്റ്റ് കഥ വന്നത്. എന്നാൽ എല്ലാ സാഹിത്യകൃതികളിലും വളരെ ജ്ഞാനപരമായ ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയാവുന്ന ചില ചോദ്യങ്ങൾ സാഹിത്യത്തിന് അഭിമുഖീകരിച്ചേ പറ്റും. അതിലൊന്നാമത്തെ ചോദ്യം നമ്മുടെ ആത്മതയുടെ, നമ്മുടെ സെൽഫിൻ്റെ പ്രശ്നമാണ്. എന്താണ് എൻ്റെ ആത്മത? മാത്രമല്ല, ഈ ആത്മതയിലൂടെ എൻ്റെ ആത്മത ഈ ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു? രണ്ട്, ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എവിടെയാണ് നിലകൊള്ളുന്നത്? ഈ പുറമേ കാണുന്ന ഈ സംഭവങ്ങളിലും ഈ ലോകത്തും മാത്രമാണോ യാഥാർത്ഥ്യം നിലകൊള്ളുന്നത്? അപ്പോൾ ആത്മതയെയും സെൽഫിനെയും റിയാലിറ്റിയെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ജ്ഞാനപരമായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെ റിയലിസത്തിന്, തകഴിയുടെ തലമുറയ്ക്ക് അഭിമുഖീകരിക്കാൻ, സംബോധന ചെയ്യാൻ കഴിഞ്ഞിരുന്നതേയില്ല. MT ഈ ചോദ്യങ്ങളെ ആണ് സംബോധന ചെയ്തത്. ഈ ചോദ്യങ്ങൾ അഭിസംബോധന ചെയ്തത് ഈ എന്താണ് യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവം, അതെവിടെ നിലകൊള്ളുന്നു, ആത്മത അല്ലെങ്കിൽ നമ്മുടെ ആത്മവത്ത, നമ്മുടെ സെൽഫ് എങ്ങനെ ലോകത്തെ കാണുന്നു എന്നീ രണ്ട് ചോദ്യങ്ങൾ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ബാഹ്യലോകത്തെയും ആന്തരലോകത്തെയും കുറിച്ചുള്ള ആവിഷ്കാരങ്ങളായി മാറും. ബാഹ്യലോകത്തിലെ സംഭവങ്ങളിലാണ് യാഥാർത്ഥ്യത്തെ പഴയ തലമുറയിലെ എഴുത്തുകാർ കണ്ടത്. ബാഹ്യലോകത്ത് കാണുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി മാത്രമാണ് അവരവരുടെ ഭാവനയെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ആന്തരികമായ ലോകത്തിന് ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്നും പുറത്തു കാണുന്ന ഈ ലോകം പൊരുത്തക്കേടുകൾ നിറഞ്ഞതാണ്, പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്തതാണ്, നമ്മുടെ ജീവിതത്തിന് അനേകങ്ങളായ ക്ലേശങ്ങളും പ്രതിസന്ധികളും വൈകാരിക ക്ഷോഭങ്ങളും സൃഷ്ടിക്കുന്നതാണെന്നും അങ്ങനെ പൊരുത്തക്കേടുകൾ നിറഞ്ഞ അർത്ഥരഹിതമായ ചേർച്ചക്കുറവുള്ള അയുക്തികമായ ഈ ലോകത്തിന് ഒരു ക്രമം നൽകാനായി മനസ്സിനു മാത്രമേ കഴിയൂ, നമ്മുടെ ആന്തരലോകത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളർത്തുമൃഗങ്ങൾക്ക് ശേഷമുള്ള MTയുടെ ഓരോ കഥയിലും MT ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഈ ആന്തരലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ സാധാരണയുള്ള
ഒരു രൂപം വളരെ കാലാനുക്രമത്തിലൂടെ മുന്നേറി ഒരന്ത്യത്തിൽ ദുഃഖകരമോ ശുഭകരമോ ആയ ഒരു അന്ത്യത്തിൽ അവസാനിക്കുന്ന, അല്ലെങ്കിൽ ആളുകളെ അവസാന നിമിഷത്തിലെ ഒരു മലക്കം മറിച്ച് ട്വിസ്റ്റിലൂടെ അമ്പരപ്പിക്കുന്ന കഥയുടെ പരമ്പരാഗത രൂപം കൊണ്ട് ഇനി എഴുതുക സാധ്യമല്ല എന്ന് എം ടി തിരിച്ചറിയും. ഇത് എം ടി തിരിച്ചറിയുമ്പോൾ 26-25 വയസ്സേ ഉള്ളൂ. ഈ 25 വയസ്സിലാണ് എം ടി വാസുദേവൻ നായർ മലയാള ചെറുകഥയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം ഒരൊറ്റ മനുഷ്യൻ തൻ്റെ നറേറ്റീവിലൂടെ സൃഷ്ടിക്കുകയാണ്. 75 കൊല്ലത്തിന് ശേഷമാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പുതിയ രൂപം സ്വീകരിച്ചേ പറ്റും. അപ്പം ചെറുകഥയ്ക്ക് നിലവിലുണ്ടായിരുന്ന രൂപം പരിപൂർണമായി ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരു പുതിയ രൂപം എം ടി കൊണ്ടുവരും. ആ രൂപം പലരും പുതുക്കി തിരുത്തി അങ്ങനെ ഇന്നും ഈ 75 കൊല്ലമാകുമ്പോഴും എം ടി കൊണ്ടുവന്ന ഈ പുതിയ ചെറുകഥയിൽ കൊണ്ടുവന്ന രൂപം ഇന്നും നിലനിൽക്കുന്നു. അത് ഇന്നും കഥ എഴുതി തുടങ്ങുന്നവർക്ക് എം ടി ഒരു പാഠപുസ്തകമായി മാറുന്നതും അങ്ങനെയാണ്. ഇങ്ങനൊരു പുതിയ രൂപം സൃഷ്ടിക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്താണ് ചെയ്യുന്നത്, അതിൽ എം ടി എന്താണ് ചെയ്തത് എന്നാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, നേരത്തെയുള്ള നിരലങ്കൃതമായ അലങ്കാരമൊന്നുമില്ലാത്ത വളച്ചുകെട്ടില്ലാത്ത ഭാഷയുടെ സ്ഥാനത്തേക്ക് എം ടി കൊണ്ടുവന്നത് നിർവികാരമായ നിസ്സംഗമായ ഗദ്യം ആണ്. യഥാർത്ഥത്തിൽ വികാരതീക്ഷ്ണങ്ങളായ സന്ദർഭങ്ങളെയാണ് എം ടി അവതരിപ്പിക്കുന്നത്. അതിവികാരതീക്ഷ്ണങ്ങളായ സന്ദർഭങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ പോലും നിസ്സംഗമായ ഒരു ഗദ്യത്തിലൂടെയാണ് എം ടി ആവിഷ്കരിച്ചത്. എന്നാൽ അത് വായിക്കുന്ന വായനക്കാർ ആ വികാരതീക്ഷ്ണത മുഴുവൻ ഉൾക്കൊള്ളുന്നു. ഇത് ഒരു ഇരട്ട നീക്കമാണ്. അവനവൻ അനങ്ങാതിരിക്കുകയും ചുറ്റുമുള്ളവരെ അവനവൻ്റെ നിശ്ചലത കൊണ്ട് ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മെക്കാനിസമാണ്. ഈ ഇരട്ട നീക്കമാണ് എം ടി കഥയുടെ രൂപത്തിൽ ആദ്യമായി പ്രയോഗിച്ചത്. അത് അതിനു മുമ്പുള്ള കഥകളിലൊന്നും നമ്മൾ ഒരിക്കലും കാണുകയില്ല. അങ്ങനെ നിസ്സംഗമായ ഭാഷയിലൂടെ, ഡിസ്പാഷനേറ്റ് എന്ന് പറയാവുന്ന ഒരു ഭാഷയിലൂടെ എല്ലാത്തരം തീവ്രങ്ങളായ പാഷനുകളെയും ആവിഷ്കരിക്കാനും വായനക്കാരെ ആ വികാരങ്ങളുടെ തീക്ഷ്ണതയിൽ മുങ്ങാനും അതിലൂടെ ഈ കഥയിലെ കഥാപാത്രങ്ങളുമായും കഥാസന്ദർഭങ്ങളുമായും ജീവിത സന്ദർഭങ്ങളുമായും സാത്മീകരിക്കാനും എം ടി പ്രേരിപ്പിച്ചു. അതുകൊണ്ടാണ് ആ ഒരു തലമുറയിൽപ്പെട്ടവർ മുഴുവൻ എം ടിയുടെ കഥാപാത്രങ്ങളിൽ അവനവനെ മുഖം നോക്കിയത്. പലർക്കും മുഖം നോക്കാവുന്ന ഒരു കണ്ണാടിയായിരുന്നു എം ടിയുടെ കഥാപാത്രങ്ങൾ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ കഥാപാത്രമെന്ന് അവർ വിചാരിച്ചു. ഇത് എൻ്റെ തന്നെ ജീവിത സന്ദർഭങ്ങളാണ് എന്നവർ വിചാരിച്ചത്. സ്വന്തം വികാരങ്ങൾ അടക്കിപ്പിടിച്ചുകൊണ്ട് അതിവികാര തീക്ഷ്ണത സൃഷ്ടിക്കുന്ന ഈ സവിശേഷമായ ഇരട്ട നീക്കം കഥയുടെ ആഖ്യാനകത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ കഥയുടെ ഭാഷയിൽ അദ്ദേഹം കൊണ്ടുവന്ന വലിയൊരു മാറ്റം സംക്ഷിപ്തതയാണ്. ഏറ്റവും സൂക്ഷ്മമായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. തിരഞ്ഞെടുത്ത വാക്കുകളിലെ ഈ വളരെ പ്രിസിഷനോടുകൂടിയ കൺസിഷൻ എന്ന് പറയാവുന്ന, കൺസിഷൻ എന്ന് പറയാവുന്ന സംക്ഷിപ്തത അദ്ദേഹം കൊണ്ടുവന്നു. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ ഘടകമാണ് വർജനം, വാക്കുകളുടെ ഉപേക്ഷ. സത്യത്തിൽ ഒമിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഥയിൽ. ഏതെല്ലാം ഉപേക്ഷിക്കാമെന്ന് തോന്നുന്നത് സ്കൾപ്ചറിൻ്റെ, ശില്പകലയുടെ ആദ്യത്തെ തത്വമാണ്. എല്ലാം വാരിക്കൂട്ടുകയല്ല. പ്രകൃതി നമുക്ക് തന്ന വസ്തുവിൽ നിന്ന്, ഭൗതിക വസ്തുവിൽ നിന്ന് എല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് ശില്പം രൂപപ്പെടുന്നത്. അങ്ങനെ കഥയെ ഇൻറ്റീരിയർ ഡെക്കറേഷനായിട്ടല്ല എം ടി മാറ്റിയത്, കഥയെ വാസ്തുശില്പമാക്കി മാറ്റുകയാണ് എം ടി ചെയ്തത്. ഈ ഉപേക്ഷ അല്ലെങ്കിൽ ഒമിഷൻ പല രൂപങ്ങളിലാണ് എം ടിയിൽ കടന്നു വരുന്നത്. കുറേ വാക്കുകൾ ഉപേക്ഷിക്കൽ മാത്രമല്ല, അത് നേരത്തെ ബാലകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മെറ്റഫറുകൾ. അവ ബിംബങ്ങളുടെ രൂപത്തിൽ വരുന്നു, ഐറണിയുടെ രൂപത്തിൽ വരുന്നു. വളരെ കുറച്ച് പഠനങ്ങൾ മാത്രമാണ് മലയാളത്തിൽ എം ടിയുടെ ഐറണിയെക്കുറിച്ച് നടന്നിട്ടുള്ളത്. എം ടി വാസുദേവൻ നായരുടെ കഥകളിൽ മുഴുവൻ അസാധാരണമായ ഐറണിയുണ്ട്. ഈ ഐറണി, മെറ്റഫർ, ഇത് മുഴുവൻ കഥയിലെ ഒമിഷൻ്റെ ഭാഗമാണ്. ഈ വർജനത്തിലൂടെ കഥയിലെ ഏറ്റവും സാരാംശത്തെ മാത്രം ശില്പത്തിൽ നിലനിർത്തുകയും വേണ്ടാത്തതിനെ മുഴുവൻ പുറത്തു കളയുകയും ചെയ്യുന്നു. അങ്ങനെ പുറത്തു കളയുന്ന അംശങ്ങൾ മുഴുവൻ അന്തരീക്ഷത്തെ വിലയം പ്രാപിക്കുകയല്ല, ഈ കഥ വായിക്കുന്ന വായനക്കാർ അവ ഏറ്റെടുത്ത് അവ പൂരിപ്പിക്കുന്നു. അങ്ങനെ ഗ്രന്ഥകാരൻ അർത്ഥത്തിൻ്റെ നിർമ്മാതാവായി തീരുന്നതിൻ്റെ ഒപ്പം തന്നെ വായനക്കാരനെ കൂടി അർത്ഥത്തിൻ്റെ നിർമ്മാതാവായി സൃഷ്ടിച്ച ആദ്യത്തെ എഴുത്തുകാരനും എം ടി വാസുദേവൻ നായരായിരുന്നു. അതിനു മുമ്പുള്ള കഥാകൃത്തുക്കളാകട്ടെ വായനക്കാർ എന്തു മനസ്സിലാകണമെന്ന് അവർ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. സാമൂഹ്യ യാഥാർത്ഥ്യം ഇതാണ് നമ്മുടെ ചരിത്ര യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ വളരെ ഡൈഡാക്റ്റിക്കായിട്ട്, പ്രബോധനാത്മകമായിട്ടാണ് മുൻതലമുറയിലെ എഴുത്തുകാർ എഴുതിയതെങ്കിൽ അർത്ഥത്തിൻ്റെ നിർമ്മാതാവായ കലാകാരൻ
ഈ അർത്ഥത്തിൻ്റെ നിർമ്മാണത്തിൽ വായനക്കാരെ കൂടി സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയ മലയാളത്തിൽ ആരംഭിച്ചത് MT വാസുദേവൻ നായർ ആയിരുന്നു. ഇങ്ങനെ രൂപത്തിൻ്റെ കാര്യത്തിൽ നടത്തിയ വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രമേയ ലോകം രൂപപ്പെടുത്തിയത്. MT വാസുദേവൻ നായരുടെ പ്രമേയ ലോകത്തെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാം. തകർന്ന കുടുംബത്തിലെ ഏകാഗിയായ വ്യക്തി, മനുഷ്യൻ്റെ ഏകാന്തത, ഗൃഹാതുരത്വം, ഇങ്ങനെയുള്ള അനേകം ഘടകങ്ങളാണ് MTയുടെ കഥകളിൽ നമ്മൾ കാണുന്നത്. MTയുടെ ആദ്യത്തെ കഥ മുതൽ ഈ അവസാനം എഴുതിയ കഥകൾ വരെ നോക്കുമ്പോഴും ഷെർലക്കിലൊക്കെ കാണാം ഏകാഗിയായ വ്യക്തി, പൊരുത്തക്കേടുകൾ നിറഞ്ഞ ഈ ലോകത്ത് പൊരുത്തപ്പെടാൻ കഴിയാതെ പോകുന്ന വ്യക്തിയുടെ ആന്തരികമായ സംഘർഷങ്ങളാണ് MTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ. അതേസമയം അവ വല്ലാത്ത ഗൃഹാതുരത്വം തൻ്റെ അന്തരീക്ഷത്തോട് പുലർത്തുകയും ചെയ്തു. ഈ വീട്ടിൽ നിന്ന്, ഈ സാമൂഹ്യാവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ, അതിനോട് കലാപം പ്രഖ്യാപിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ, അതിനോട് നിഷേധവാസന പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അതിനോട് വല്ലാതെ ഗൃഹാതുരമാവുകയും ചെയ്യുന്നുണ്ട് MTയുടെ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ കഥാന്തരീക്ഷവും. ഇത് ഈ കഥകളിലുള്ള മറ്റൊരു ഇരട്ട നീക്കമാണ്. ഒരേ സമയം രണ്ട് തരത്തിലേക്ക്, രണ്ട് വ്യത്യസ്തങ്ങളായ ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു നറേറ്റീവ് മൂവ്, അല്ലെ ആഖ്യാനകമായ നീക്കം MTയുടെ കഥകളിൽ കാണാം. അത് വളരെ സൂക്ഷ്മമായ ഒരു ആഖ്യാന വിശകലനത്തിൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയൂ. സാമാന്യ വായനക്കാരൻ ഈ ഇരട്ട നീക്കത്തെക്കുറിച്ചൊന്നും കാണാൻ സാധ്യതയില്ല. ഇരട്ട നീക്കത്തെ നമ്മൾ കാണുന്നില്ല എങ്കിലും ഇരട്ട നീക്കം അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെല്ലാം നമ്മൾ കാണുന്നില്ലെങ്കിലും നക്ഷത്രങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തതുപോലെ, അതുപോലെ തന്നെ ഈ കഥകളിലെ അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗൃഹാതുരത്വവും ഈ ഏകാന്തതയും, ഈ രണ്ട് പ്രധാന വിഷയങ്ങളിലൂടെ വ്യക്തിയുടെ ഏകാന്തതയും ഗൃഹാതുരത്വവും അവതരിപ്പിച്ചുകൊണ്ട് MT ചെയ്തത് ഒരു പ്രത്യേക തത്വശാസ്ത്രത്തെ അവതരിപ്പിക്കലാണ്. നമ്മുടെ രാവിലെ നടന്ന നോവലിനെ കുറിച്ചുള്ള സംവാദത്തിൽ ഒരു ചെറിയ തർക്കത്തിൻ്റെ പ്രശ്നം ഉയർന്നു വന്നതും ഇതുമായി ബന്ധപ്പെട്ടതാണ്. കാരണം MTയുടെ ചെറുകഥകളിൽ ഒരു തത്വശാസ്ത്രമേ ഉള്ളൂ, അത് ഇമോഷൻ ആണ്. ഇമോഷൻ എന്നത് മനോവികാരങ്ങളാണ്. നമ്മൾ പറയുന്നത് വികാരം എന്നുള്ള വാക്കുകളിൽ മാത്രം ഇമോഷനെ ഉൾക്കൊള്ളുക സാധ്യമല്ല. വികാരം എന്ന് പറയുമ്പോൾ അത് ക്ഷിപ്രമായ ഒന്നാണ്. മനോവികാരം ക്ഷിപ്രമല്ല, അതൊരു വലിയ തരംഗത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇമോഷൻ ആണ് MT വാസുദേവൻ നായരുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ഇമോഷൻ്റെ ആവിഷ്കാരമാണ്, അല്ലെങ്കിൽ മനോവികാര ആവിഷ്കരണമാണ് എല്ലാ കഥകളിലും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേ ഇരുന്നത്. ഈ മനോവികാരാവിഷ്കരണം വെച്ചാൽ വികാരങ്ങളെ ആവിഷ്കരിക്കൽ മാത്രമല്ല, മനോവികാരങ്ങളുടെ സത്യസന്ധമായ ആവിഷ്കരണം, വളരെ ഓണസ്റ്റായി തൻ്റെ വികാരങ്ങളെ ആവിഷ്കരിക്കാനുള്ള മാധ്യമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുകഥയും അദ്ദേഹത്തിൻ്റെ നോവലുകളും. അപ്പോൾ ഈ വികാരത്തിൻ്റെ ഈ ആവിഷ്കരണം, ഈ വികാരങ്ങളെ അവയുടെ തീക്ഷ്ണതയിൽ ആവിഷ്കരിക്കുമ്പോഴും അതിന് ഒട്ടും തീക്ഷ്ണത പ്രകടിപ്പിക്കാത്ത നിസ്സംഗമായ ഭാഷ, നേരത്തെ പറഞ്ഞ രൂപ സവിശേഷതകളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് മനോവികാരത്തെ സ്വതന്ത്രമായി അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഈ 1963 വളരെ ചെറുപ്പമായിരുന്ന 30 വയസ്സിന് മുമ്പ് MT എഴുതിയ കാഥികൻ്റെ പണിപ്പുര എന്ന് പറഞ്ഞ ചെറിയ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തിനെഴുതുന്നു എന്ന് പറഞ്ഞൊരു മാസികയിൽ നിന്ന് അയച്ചു കൊടുത്ത, ജി ശങ്കരക്കുറുപ്പ് പത്രാധിപരായിരുന്ന മാസികയിൽ നിന്ന് അയച്ച ചോദ്യങ്ങൾക്കൊന്നിൻ്റെ ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്നു, അസുലഭമായി വീണ് കിട്ടുന്ന ചില ആഹ്ലാദ നിമിഷങ്ങളുണ്ട്, അവയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ അസ്തിത്വം. ഈ സ്വാതന്ത്ര്യമാണ് എൻ്റെ അസ്തിത്വം എന്നുള്ള ഈ പ്രഖ്യാപനം ഏത് തരം സ്വാതന്ത്ര്യമാണ്? ആ സ്വാതന്ത്ര്യം എന്നത് മനോവികാരങ്ങളെ, ഇമോഷൻസിനെ സത്യസന്ധമായി ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് അദ്ദേഹം മലയാള കഥയിലേക്ക് കൊണ്ടുവന്നത്. അത് സത്യസന്ധമായി ആവിഷ്കരിച്ചതോടുകൂടി മലയാളത്തിലെ വായനക്കാർ ഒടുന്നനെ ഒരു പുതിയ ശബ്ദം തിരിച്ചറിയുകയും അന്നു തൊട്ട് ഇന്നോളവും MT നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, മലയാള കഥ ഒരു സവിശേഷ സാഹിത്യ ജനുസ് രൂപം എന്നുള്ള നിലയിലുള്ള കഥയ്ക്ക് അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകൾ ഇനിയുമുണ്ട്. ഒരു പാഠപുസ്തകം പോലെ പിൽക്കാല കഥാകൃത്തുക്കൾക്ക് പഠിക്കേണ്ട അനേകങ്ങളായ സംഭാവനകൾ അദ്ദേഹം ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഡയലോഗിൻ്റെ ഉപയോഗമാണ്. സംഭാഷണം എങ്ങനെയാണ് ചെറുകഥയിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന് ഇതിനേക്കാൾ നല്ല ഉദാഹരണമില്ല. പറയേണ്ടത് മാത്രം അങ്ങേയറ്റ സംക്ഷിപ്തതയോടുകൂടി സംഭാഷണങ്ങളിലൂടെ മാത്രം. നേരത്തെ ഹിൽസ് ലൈക്ക് വൈറ്റ് എലിഫൻ്റ് എന്ന് പറഞ്ഞ ഹെമിംഗ്വേയുടെ കഥ ബാലകൃഷ്ണൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഐസ്ബർഗ് തിയറിയും പറഞ്ഞു. അങ്ങനെ ആ സംഭാഷണങ്ങളിലൂടെ മാത്രം
സംഭാഷണങ്ങളുടെ ചടുലതയിലൂടെ, അവയുടെ അതിസൂക്ഷ്മതയിലൂടെ, ചിസിൽഡായിട്ടുള്ള ആ വെട്ടിയൊരുക്കിയെടുത്ത സൂക്ഷ്മതയിലൂടെ അദ്ദേഹം എങ്ങനെയാണ് ഒരു കഥ പ്രസൻറ്റ് ചെയ്യുന്നത്, നറേറ്റീവ് നിർമ്മിക്കുന്നത്. വെറും കഥ, സംഭവങ്ങളുടെ ഒരു പരമ്പരയായ ഫാബുലയിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോറിയിൽ നിന്ന് ഒരു നറേറ്റീവ് കൊത്തിയെടുക്കുന്ന ആഖ്യാനകം, അതാണ് നമ്മൾ വായിക്കുന്നത്. ആഖ്യാനകം കൊത്തിയെടുക്കുന്ന ഈ അസാധാരണമായ സംഭാഷണത്തിൻ്റെ പ്രയോഗത്തിനും മലയാളത്തിലെ അന്നു തൊട്ട് ഇന്നോളമുള്ള ചെറുകഥാകൃത്തുകൾ എം ടി വാസുദേവൻ നായരോട് കടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഒരു കഥയുടെ സ്പേസ് എത്രയാണ്, ഒരു കഥ എവിടം വരെ ആകാം, ഒരു കഥയുടെ ആകാരം, സ്പേസുമായുള്ളൊരു വലിയ മത്സരം നടത്തിയതിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ സുന്ദര ശില്പങ്ങൾ. പക്ഷേ സമകാലിക മലയാള കഥ നിങ്ങൾക്ക് വായിച്ചാലറിയാം, കഴിഞ്ഞ ഒരു 5-6-10 കൊല്ലത്തിനിടയിൽ മലയാളത്തിൽ വന്ന ചെറുകഥകളിൽ പലതിന് 25 പേജാണ് ഡിമൈ എണ്ണയിത്ത് പുസ്തകത്തിൽ അച്ചടിക്കുമ്പോൾ കഥ 25 പേജോളം വലിപ്പമുള്ള കഥകൾ. ഒരു ജീവിതം മുഴുവൻ, നോവലാക്കാവുന്ന ഒരു ജീവിതം മുഴുവൻ പറഞ്ഞ് അത് കഥ എന്ന് മാസികയിൽ അച്ചടിക്കുന്നത് കൊണ്ട് കഥ എന്ന് വായിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ നിർബന്ധിതരായി വായനക്കാർ മാറിയ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചുള്ളത്. മാത്രമല്ല, ഇപ്പോൾ കഥ വായിക്കുമ്പോൾ നമുക്കറിയാം പാക്കേജ് കഥകളുടെ ഒരു കാലം വന്നിരിക്കുന്നു. ഉദാഹരണത്തിന്, ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും: ഒരു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഹൈറേഞ്ചിലേക്കുള്ള കയറ്റ കയറുമ്പോഴാണ് അപ്പന് വെടികൊണ്ടത്. പിന്നെ അടുത്ത വരി വെടിയിറച്ചി, പിന്നെ കള്ളുഷാപ്പ്, ഒരു വേശ്യ, അങ്ങനെയുള്ള വളരെ റഫായ ജീവിതത്തിൻ്റെ മാർജിനുകളിലേക്ക്, ഇതുവരെയും സാഹിത്യത്തിൽ പ്രതിനിധാനം ചെയ്യപ്പെടാത്ത പ്രാന്തങ്ങളിലേക്ക് നോക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരേ അച്ചിൽ വാർന്നു വീഴുന്ന കഥകളുടെ ഒരു പരമ്പര, ദൈർഘ്യത്തെക്കുറിച്ച്, സംഭാഷണത്തെ ഉപയോഗത്തെക്കുറിച്ച്, ഈവൻ ദ പാരഗ്രാഫിങ്ങിനെ കുറിച്ച് പോലുമുള്ള ധാരണയില്ലാത്ത, കൺസിഷനെ കുറിച്ചുള്ള ധാരണയില്ലാത്ത കഥകൾ വന്നു പെരുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എം ടി വീണ്ടും വീണ്ടും ഇടശ്ശേരി നിലവിൽ വരുന്നു എന്ന് പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും എം ടി വാസുദേവൻ നായർ നിലവിൽ വരുന്നു. ഭാവിയിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇതുവരെയുള്ള എം ടി പഠനങ്ങൾക്ക് എല്ലാം ഉള്ളൊരു കുഴപ്പം, ഏകാന്ത നായകനെയും തകർന്നു വീണ നായർ തറവാട്, ഫ്യൂഡലിസം എന്നൊക്കെ പറഞ്ഞുള്ള പഠനങ്ങളാണ് വന്നത്. അതാണ് നേരത്തെയുള്ള ചർച്ചയിലൊക്കെ കേട്ടെ, വിപ്ലവം വന്ന് വാതുക്കം നിന്നപ്പം ഫ്യൂഡൽസ് എഴുതി, അതൊരു വഴിക്ക് ആളുകൾ പറയുന്നു. ഇങ്ങനെ പലതരം ആരോപണങ്ങൾ വരുന്നു. സത്യത്തിൽ എം ഡിയുടെ കഥകളുടെ മരുമക്കത്തായ തകർച്ച, അമ്മാവന്മാരെ കൊല്ലാൻ നടക്കുന്ന അനന്തരവന്മാർ, ഇതൊന്നും വെറും മരുമക്കത്തായത്തെക്കുറിച്ചുള്ള ഒറ്റക്കണ്ണടച്ചുള്ള പഠനങ്ങൾ, ചരിത്രബോധമില്ലാത്ത പഠനങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയലിസം ഹിന്ദു വ്യക്തി നിയമത്തിൽ നടത്തിയ 19-ാം നൂറ്റാണ്ടിലെ ഇടപെടലിനെ തുടർന്ന് കേരളത്തിലെ തറവാടുകളുടെ ഡെഫിനിഷനിൽ വന്ന നിയമപരമായ പ്രശ്നങ്ങളാണ് തറവാടുകളിലെ തായ്വഴികൾക്ക് സ്വത്തവകാശമില്ലാതാക്കുകയും അതുവരെയും സ്ത്രീയെ കേന്ദ്രീകരിച്ചിരുന്ന തറവാട് കാരണവൻ എന്ന പുരുഷനെ കേന്ദ്രീകരിച്ച അവിഭക്തമായ യൂണിറ്റായി മാറുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഈ പ്രശ്നമുണ്ടായത്. പക്ഷേ എം ടിയെക്കുറിച്ചുള്ള ഈ പഠനങ്ങളിൽ ഈ ലീഗലിറ്റിയെക്കുറിച്ചുള്ള ഈ വശം, ഈ നിയമനിർമ്മാണം ഹിന്ദു വ്യക്തി നിയമത്തിൽ ഉണ്ടാക്കിയ ആഘാതമാണ് മരുമക്കത്തായ തകർച്ചയ്ക്ക് പ്രേരകമായി തീർന്ന് തുടങ്ങിയ ചരിത്രപരമായ അംശങ്ങൾ പലപ്പോഴും കടന്നു വരാറില്ല. പകരം ഈ വികാരത്തിനാണ്, അമ്മാവനും അനന്തരവനുള്ള കലഹത്തിൻ്റെ വൈകാരികതയിൽ ഊന്നി പോകുന്ന വഴിക്കാണ്. ഇനിയും പഠനത്തിൻ്റെ വഴികൾ തുറന്നു കിടക്കുന്നു. ആ പഠനങ്ങൾ ഭാവിയിൽ എങ്ങനെ പോകുമെന്ന് എനിക്ക് പ്രവചിക്കുക വയ്യ. എങ്കിലും എം ടിയുടെ കഥകൾ അടിസ്ഥാനപരമായി മാസ്കുലിനിറ്റിയാണ് സൃഷ്ടിക്കുന്നത്. അതിൽ സ്ത്രീകളില്ലെന്നോ, സ്ത്രീകൾ അമ്മമാരില്ലെന്നോ, സഹോദരിമാരില്ലെന്നോ, നിന്റെ ഓർമ്മയിലെ പെങ്ങളില്ലെന്നോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കഥകൾ ഒരുതരം മാസ്കുലിനിറ്റി, ആ മാസ്കുലിനിറ്റിയെ നമ്മുടെ ഫെമിനിസ്റ്റ് റീഡിങ്സോ ഇപ്പോഴത്തെ രീതിയിലുള്ള സ്പർദ്ധ നിറഞ്ഞ സാഹിത്യ പാരായണങ്ങളോ, അക്കാഡമിക് പാരായണങ്ങളിൽ വല്ലാത്തൊരു ശത്രുതയും സ്പർദ്ധയും കടന്നു വരുന്നുണ്ട്. ആ പഠനങ്ങൾ വേണമെങ്കിൽ പുരുഷ കേന്ദ്രിതമായ, സ്ത്രീക്ക് വിലയില്ലാത്ത, സ്ത്രീയെ ഭോഗോപകരണമാക്കുന്ന പുരുഷബിംബത്തെ സൃഷ്ടിക്കലാണെന്നൊക്കെ വ്യാഖ്യാനിക്കും. എന്നാൽ അങ്ങനെ കൺഫേമിറ്റിയുള്ള പുരുഷത്വ സങ്കല്പമല്ല മാസ്കുലിനിറ്റി എം ടി സൃഷ്ടിക്കുന്നത്, മറിച്ച് ധിക്കാരത്തിൻ്റെ പുരുഷ രൂപങ്ങളാണ്. ആ ധിക്കാരം നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ, നിലവിലുള്ള കുടുംബ വ്യവസ്ഥയെ, നിലവിലുള്ള സാഹിത്യ വ്യവഹാരത്തെ, കഥയെഴുത്ത് രീതിയെ എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു മാസ്കുലിനിറ്റിയാണ് എം ടി സൃഷ്ടിച്ചത്. ആ മാസ്കുലിനിറ്റി ഇനിയുള്ള കാലത്ത് എം ടിയെക്കുറിച്ചുള്ള പഠനങ്ങളെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെയാണ് എം ടി ഈ നായർ തറവാട് എന്നുള്ള ഈ ആവർത്തനത്തിൽ നിന്ന് അതിന് പുറത്തുള്ള അനേകം ലോകങ്ങളെ, മലയാളത്തിൽ ഒരുപക്ഷെ ഏറ്റവും മികച്ച ഫെമിനിസ്റ്റ് കഥ എം ടി എഴുതിയതാണ് കറുത്ത ചന്ദ്രൻ, ഒടിയൻ തുടങ്ങിയ കഥകളുണ്ട്. എം ടി സൃഷ്ടിച്ച കുഞ്ഞുങ്ങളുടെ ലോകം, എം ടി സൃഷ്ടിച്ച അമ്മമാരുടെ ലോകം, എം ടി സൃഷ്ടിച്ച മാന്ത്രികതയുടെ ലോകം, ഇതെല്ലാം ഇനിയും വായിക്കപ്പെടാനായി മലയാള സാഹിത്യ പഠനരംഗത്തും നിരൂപണത്തിലും തുറന്നു കിടക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈശാമാഷ അനുവദിച്ച സമയം അവസാനിച്ചതുകൊണ്ട് 5 മിനിറ്റ് സുഭാഷ് ചന്ദ്രന് കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 90-ാം വയസ്സിലെത്തിയ അദ്ദേഹത്തിന് എല്ലാ പ്രണാമങ്ങളും.